CCC 2726 വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. In the battle of prayer, we must face in ourselves around us the erroneous notions of prayer. നമ്മളുടെ ഈ പ്രാർത്ഥന യുദ്ധത്തിൽ നമ്മുടെ ചുറ്റും ഇപ്പോൾ നടമാടുന്ന തെറ്റായ പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. എറോനിയസ് പ്രയർ സഭ തുടക്കത്തിലേ പറയുന്ന ഒരു കാര്യമാണ്. സം പീപ്പിൾ വ്യൂ പ്രയർ ആസ് എ സിമ്പിൾ സൈക്കോളജിക്കൽ ആക്ടിവിറ്റി. കുറച്ച് ആൾക്കാർ ചിന്തിക്കണം ഇതൊരു സൈക്കോളജിക്കൽ, ഒരു സൈക്കോസൊമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. ഒരു സൈക്കോളജിക്കൽ ആയിട്ട് നമ്മളെന്താ പറയുക, ഒരു മാനസികമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രിൻ്റഡ് പ്രാർത്ഥനകൾ ചെല്ലുന്ന ഒരു എക്സർസൈസ് പോലെയുള്ള ഒരു കാര്യമാണെന്ന് പലരും ചിന്തിക്കുന്നു. Others as an effort to concentration to reach the mental void. വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കാം. ഒരു മണിക്കൂർ പ്രസംഗിക്കാനുള്ളതാണ്. പലരും ചിന്തിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ടു റീച്ച് ദ മെൻ്റൽ വോയിഡ്, അതായത് നമ്മുടെ മനസ്സിനെ ശൂന്യോത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതേക്കുറിച്ചാണ് ഇതിനെ പറയുന്നത്. എറോനിയസ് പ്രയർ നമ്മുടെ ചുറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരാവസ്ഥയാണിത്. സ്റ്റിൽ അതേഴ്സ് റെഡ്യൂസ് പ്രയർ ടു റിച്വൽ വേർഡ്സ് ആൻഡ് പോസ്റ്റേഴ്സ്. ചിലർ ഇങ്ങനെ ഒരു അനുഷ്ഠാന വാക്കുകളൊക്കെ ചെല്ല, പ്രിൻ്റഡ് പ്രയറുകൾ ചെല്ല, അധരസേവ. പ്രയർ ഇസ് സംതിങ് ബൈ ലിപ് സർവീസ്, അങ്ങനെയാണ് ചിലർ ചിന്തിക്കുന്നത്. മെനി ക്രിസ്ത്യൻസ് അൺകോൺഷ്യസ്ലി റിഗാർഡ് പ്രയർ ആസ് ആൻ ഒക്യുപ്പേഷൻ ദാറ്റ് ഈസ് ഇൻകമ്പാറ്റബിൾ വിത്ത് ഓൾ അതർ തിങ്സ് ദേ ഹാവ് ടു ഡു. വിചാരിക്കുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ട് അത് പ്രയർ ചിലർ ചെല്ലുന്നു. ദേ ഡോണ്ട് ഹാവ്, അത് ഇൻവെർട്ടഡ് കോമയിലാണ് CCCയിൽ എഴുതിയിരിക്കുന്നത്, ഡോണ്ട് ഹാവ് ദ ടൈം. അപ്പോൾ ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഓടി വരുന്നു, എന്ത് ചെയ്യുന്നു, ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തീർക്കുന്നു. അത് ഇവിടെ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിരിക്കണേ, ഡോണ്ട് ഹാവ് ടൈം. ഇൻവെർട്ടഡ് കോമയിൽ എഴുതി വെച്ചിരിക്കുക, സമയമില്ല, ഓടി വരുന്നു, എന്ത് ചെയ്യുന്നു, ആ പ്രാർത്ഥനകളൊക്കെ അങ്ങോട്ട് ചൊല്ലി തീർക്കുന്നു. ദോസ് ഹു സീക്ക് ഗോഡ് ബൈ പ്രയർ ആർ ക്വിക്ക്ലി ഡിസ്കറേജ്ഡ്. ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യപ്പെടുന്നു. വലിയൊരു പ്രാർത്ഥനക്കാരത്തി, വലിയൊരു പ്രാർത്ഥനക്കാരൻ. ആത്മാർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ആത്മാവിൻ്റെ ദാഹത്തിൽ അന്വേഷിക്കുന്നവരെ, ദേ ഹാവ് ബീൻ സപ്രസ്ഡ് ആൻഡ് ഡിസ്കറേജ്ഡ് because they do not know that prayer comes also from the Holy Spirit, not from themselves. അപ്പോൾ ആത്മാവിൻ്റെ അന്തരംഗത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്നു, സപ്രസ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വളരെ വളരെ എസെൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണിപ്പോൾ. കാരണം എല്ലാവരും പരിശ്രമിക്കുന്നത് ഇപ്പോൾ മെഡിറ്റേഷൻ ടെക്നിക്സ്, നോൺ ക്രിസ്ത്യൻ ടെക്നിക്സാണ് ഉപയോഗിക്കണേ. നമ്മൾ ലയോള പുണ്യവാളിൻ്റെയോ അൽഫോൻസ് ലിഗോരിയുടെയോ വിശുദ്ധ അഗസ്തീനോസിൻ്റെയോ മെഡിറ്റേഷൻ ടെക്നിക്സ് അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് നോൺ ക്രിസ്ത്യൻ ടെക്നിക്സാണ്. മോസ്റ്റ്ലി ബുദ്ധമതക്കാരുടെ ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബുദ്ധമതക്കാരുടെയാണെന്ന് അറിയില്ല, അത്രയും തന്ത്രത്തിലൂടെ ഇത് നമ്മളുടെ ഇതിലേക്ക് എല്ലാവരും ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പല വിചാരങ്ങളെ, കാരണം ഇപ്പോൾ ദേ വാണ്ട് ടു എക്സ്ട്രാക്ട് മാക്സിമം ഫ്രം എ പേഴ്സൺ ഹു ഇസ് എംപ്ലോയിഡ്. അപ്പോൾ ഈ അവരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് ഡിസ്ട്രാക്ഷനാണ്, പല വിചാരമാണ് അവർക്ക്. അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, B.Ed എടുക്കാൻ പറ്റുന്നില്ല, M.A എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡോക്ടറാകാൻ പറ്റുന്നില്ല, അത് പറ്റുന്നില്ല, പല വിചാരങ്ങൾ കാരണം. അതുകൊണ്ട് ഹെൽപ്പ് ദം ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഡിസ്ട്രാക്ഷൻസ്. അതാണ് ഇപ്പോഴത്തെ കോമൺ പോളിസി. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിക്കാൻ പോയാലും അതിക്ക് മുമ്പ് എന്താണ്, തിയോളജി പഠിക്കാൻ പോയാലും തിയോളജിക്ക് മുമ്പ് മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷൻ എല്ലാം ഈസ്റ്റേൺ റിലീജിയസ് പ്രാക്ടീസസിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് അനേകം സിസ്റ്റേഴ്സും അനേകം സെമിനാരിയൻസും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സഭ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റും ഈ നടക്കുന്ന എറോനിയസ് പ്രയർ, ഇതാണ് എല്ലാവരും കോൺസെൻട്രേഷൻ.
മെഡിറ്റേഷൻ എന്തിനാ? കോൺസെൻട്രേഷൻ. എന്താണ് ഈ മെഡിറ്റേഷനും കോൺസെൻട്രേഷനും? അവരെന്താ ചെയ്യണേ? നമുക്ക് വരുന്ന പല വിചാരങ്ങളെ എന്ത് ചെയ്യുന്നു? അത് ശൂന്യവൽക്കരിക്കാൻ, അതിനെ തള്ളിക്കളയാൻ ആയിട്ടുള്ള മെത്തേഡ്സാണ് അവർ ഉപയോഗിക്കുന്നത്, ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത്. സോ മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ആരാ? ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ആരാണെന്ന്. പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒപ്പം, പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം, സ്ലീഹാന്മാരോടും വിശുദ്ധരോടൊപ്പം നമ്മളും സഹക്രിസ്തുമാരാണോ അല്ലയോ? ആണോ അല്ലയോ? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന വിശുദ്ധ ബലിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് പല വിചാരങ്ങൾ ഉണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അനിവാര്യമാണ്. ഈ ലോകത്ത് ചൊരിയുന്ന, ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേട്ടോ, ഈ ലോകത്ത് ചൊരിയുന്ന സകല അനുഗ്രഹങ്ങളും വിശുദ്ധ കുർബാനയുടെ ബലത്താലാണ് നടക്കുന്നത്. ജാതി മത ഭേദമന്യേ, രാഷ്ട്രഭേദമന്യേ. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവമായി സ്വീകരിച്ച ഒരു വ്യക്തി മഹാത്ഭുതമായ വിശുദ്ധ കുർബാനയിലേക്ക് പോകുമ്പോൾ അവന് അവിടെ ഡിസ്ട്രാക്ഷൻസ് പോലെയുള്ള എന്ന് പറയുന്ന പല വിചാരങ്ങൾ ഉണ്ടാവണം. ആ പല വിചാരങ്ങൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആ പല വിചാരങ്ങൾ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ പല വിചാരങ്ങളിൽ പല വ്യക്തികൾ വരും, പല സാഹചര്യങ്ങൾ വരും. ഇതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. ഇതെല്ലാം അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കേണ്ടതാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഈ ശൂന്യവൽക്കരണത്തിൻ്റെ അരമണിക്കൂർ സമയം നിങ്ങൾ ഒഫറട്ടറി ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ അരമണിക്കൂർ മുമ്പ് വന്നിരുന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ ഈ ബലിയിൽ ഞാൻ സമർപ്പിക്കാനുള്ളതെല്ലാം കാണിച്ചു തരണമേ എന്ന് പറയാം. കാണിച്ചത് അവിടെ ഇരുന്നാൽ മതി. വരുന്ന വിചാരങ്ങളും വ്യക്തികളെ ഒക്കെ എന്ത് ചെയ്യുക? അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കുക. ഹാഫ് ആൻ അവർ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഇൻ മേക്കിംഗ് ദ മെൻ്റൽ വോയിഡ്. മനസ്സിനെ ശൂന്യവൽക്കരിക്കാനല്ല നമ്മൾ സമർപ്പിക്കേണ്ടത്, നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. ഈ പല വിചാരങ്ങൾ എന്ത് ചെയ്യണം? ഈശോയുടെ ശരീരരക്തത്തോട്, അപ്പത്തിനോടും വീഞ്ഞിനോടും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവുമായി മാറാനുള്ള, ശരീരം രക്തമായി മാറാനുള്ള അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കണം. അങ്ങനെ നമ്മളൊരു മുക്കാൽ മണിക്കൂർ എടുക്കും ചുരുങ്ങിയത്. നമ്മൾ സമർപ്പണം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബലിയിൽ പങ്കെടുക്കുക. ആ ബലി നിങ്ങൾക്ക് ഭയങ്കര അനുഭവമായിരിക്കും. കാരണം നമുക്കിപ്പോൾ ഒഫറട്ടറി എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടാനേ നേരമുള്ളൂ. സമർപ്പിക്കാൻ നേരമുണ്ടോ? സിസ്റ്റർമാരുണ്ടോ? പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മനസ്സിൽ വരുന്ന ചിന്തകൾ സമർപ്പിക്കാൻ പറ്റുമോ? ഓൾ ടു ജീസസ് ഐ സറണ്ടർ പാട്ടൊക്കെ പാടും നല്ല മനോഹരമായിട്ട്. സമർപ്പിക്കുന്നു നാഥാന്ന് പാട്ട് പാടും. പക്ഷേ സമർപ്പിക്കാൻ നേരമുണ്ടോ? പാട്ട് പാടാനേ നമുക്ക് നേരമുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് ഒഫറട്ടറി ഈ അരമണിക്കൂർ ഈ മനസ്സ് ശൂന്യവൽക്കരിക്കണ, ശരിക്കിത് പറയാമെന്ന് പറഞ്ഞാൽ ഇത് പിശാചിൻ്റെ ഒരു വലിയൊരു തന്ത്രമാണ് ഈ ശൂന്യവൽക്കരണം. നിങ്ങൾ ബൈബിൾ പഠിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ശൂന്യവൽക്കരിച്ചാൽ വലിയ വലിയ പിശാചുകൾ കയറി വരുന്നത് പുറപ്പാട് 23-29 പറയുന്നുണ്ട്. നമ്മൾ വരുന്ന പല വിചാരങ്ങളെല്ലാം, വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ തരുന്ന മേഖലകളാണ്, വ്യക്തികളാണ്, സാഹചര്യങ്ങളാണ്, ഇൻ്റർസെഷൻസാണ്. അതെല്ലാം നമ്മൾ അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ നിങ്ങൾ സമർപ്പണം നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ കുർബാനയിൽ പങ്കെടുത്ത് നോക്ക്. കുർബാനയിൽ നിങ്ങൾക്ക് ഏകാഗ്രതയും അനുഭവവും ഉണ്ടാകും. അതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ സാധാരണ കുർബാന കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമെന്നറിയില്ല, ഞാൻ ചോദിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്ന് ആ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്, മറന്നുപോയി കുർബാനയിൽ സമർപ്പിക്കാൻ. അയ്യോ, വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ കാര്യം എന്ന് പറയണം, കുർബാനയിൽ സമർപ്പിക്കണമെന്ന് മറന്നുപോയി എന്ന ചിന്തകൾ വരാറുണ്ടോ? അത് കുർബാന കഴിഞ്ഞിട്ടുണ്ടാവാം നമുക്കത്. അയ്യോ, മറന്നുപോയില്ലോ.
ഇറ്റ് ഈസ് കമ്മിങ്. ഞാൻ ചോദിച്ചിട്ടുള്ള ആൾക്കാർ 90% ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ ദ മാസ് യു വിൽ റിമെമ്പർ വാട്ട് വി ഹാവ് ഫോർഗോട്ടൺ. നമ്മൾ മറന്നുപോയത് നമ്മൾ ഓർക്കും. അത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് വരെ വിചാരിച്ചത് വന്നിരുന്നപ്പോൾ മറന്നു വീണ്ടു. അതാണ് നമ്മൾ സമയമെടുത്ത് സമർപ്പിക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം. അത് നമ്മളൊരു അരമണിക്കൂർ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, ഈ മനസ്സ് ശൂന്യോത്കരിക്കാൻ പരിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ സമർപ്പണം ഓഫറട്ടറി അപ്പം നടത്തുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം കുറയും. സോ ദ റിയൽ ഓഫറട്ടറി ബിഗിൻസ് ഫ്രം ആഫ്റ്റർ ദ മാസ്. നമ്മുടെ സമർപ്പണം എപ്പോൾ തുടങ്ങിയാണ് ആരംഭിക്കണേ? കുർബാന കഴിഞ്ഞ ഉടനെ തുടങ്ങും. നമ്മൾ മറന്നുപോയത് അപ്പം തന്നെ പിറ്റേ ദിവസത്തെ ബലിയിൽ അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്താണ് സമർപ്പിക്കുക. ഏറ്റവും ബെസ്റ്റ് അമ്മയുടെ കൈയോട്, അമ്മേ നാളത്തെ കുർബാനയിൽ ഞാൻ മറന്നുപോയാലും എന്ത് ചെയ്യണം? അത് സമർപ്പണം കഴിഞ്ഞു. അങ്ങനെ പകൽ മുഴുവൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള ഇതെല്ലാം എന്ത് ചെയ്യണം? അപ്പത്തിനോടും വീഞ്ഞിനോടും നാളത്തെ കുർബാനയിലേക്കുള്ളത് നിങ്ങൾ സമർപ്പിക്കണം. അപ്പോൾ നിങ്ങൾ രാവിലെ വന്നിരുന്ന പെട്ടെന്ന് നിങ്ങളുടെ സമർപ്പണം തീരും. സമർപ്പണം തീർന്നിട്ട് കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ആ കുർബാന നിങ്ങൾക്ക് അനുഭവമായിരിക്കും. ഐ ക്യാൻ സ്റ്റാൻഡ് ഗ്യാരൻറ്റി, ഐ വിൽ ഗിവ് ഇൻ റൈറ്റിംഗ്. നമ്മുടെ മനസ്സിനെ ശൂന്യവൽക്കരിക്കുകയല്ല വേണ്ടത്, അത് അപകടമാണ് എന്ന് സഭ വ്യക്തമായിട്ട് പറയുന്നു. സഭ പറയുന്നത് ഇറ്റ് ഈസ് ആൻ എറോണിയസ് പ്രയർ ആണെന്ന് സഭ കൃത്യമായിട്ട് 2726 ആൻഡ് 2727 കൃത്യമായിട്ട് പറയുന്നു. CCC ദ ബാറ്റിൽ ഓഫ് പ്രയർ എന്ന ഹെഡിങ്ങിൽ ആർട്ടിക്കിൾ 2. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ പേജ് നമ്പർ 492. അത് നമ്പർ വൈസ് തന്നെ നോക്കണം കേട്ടോ. ഇൻസൈഡ് ദ മാറ്ററിലുള്ള നമ്പറാണ് നമ്പറിങ്. CCC നമ്പർ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ മാറ്ററിലുള്ളതാണ്. മാർജിനിലുള്ള നമ്പേഴ്സ് ആർ നോട്ട് ദ നമ്പേഴ്സ്, ദാറ്റ് നമ്പേഴ്സ് ഈസ് റെഫറൻസസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നമ്മളുടെ ഈ മാറ്ററിൻ്റെ ഉള്ളിലുള്ള നമ്പർ, ഇതിൻ്റെ പുറത്ത് കുറേ നമ്പറുകളുണ്ട്, അതൊക്കെ ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് തിങ്സ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സഭ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സൈക്കോളജിക്കൽ, അതായത് ഈ സൈക്കോളജിയുടെ കൂടെ ഈ കാര്യങ്ങൾ, ഈ മറ്റു ജാതീയ മതങ്ങളുടെ ഈ ധ്യാന രീതി പരിപാടി കയറി വന്ന് ഈ ശൂന്യവൽക്കരിക്കുന്ന പരിപാടിയിലേക്ക് ഇങ്ങോട്ട് വന്നു. ഇപ്പം എല്ലാവരും ഇരുന്ന് ശൂന്യവൽക്കരിക്കുക, പ്രാർത്ഥനകളെ അവോയ്ഡ് ചെയ്യുക. ഒരിക്കലും സിസ്റ്റർ പറയണ്ടേ, ഞാൻ ഇത്രയും വർഷം ഇന്നേ വരെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയോ ഒരു കാര്യം ഞാൻ സമർപ്പിച്ചിട്ടില്ല എന്ന് ഒരു സിസ്റ്ററിനോട് ഒരിക്കൽ പറയാം. കാരണം അതാണ് ട്രെയിനിങ് കിട്ടിയത്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇതേവരെ ഞാൻ അന്ന് 24 മണിക്കൂർ അഡോറേഷൻ ആണ് അവരുടെ മിനിസ്ട്രി, അപ്പോസ്തലേറ്റ്, മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പ്രാർത്ഥന ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വേറൊരാൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ പറഞ്ഞ ചിന്തകളൊക്കെ ഞാൻ എന്ത് ചെയ്ത് കളയും, അതിനെല്ലാം തള്ളിക്കളയും. For what you have become Christian, I don't know. Christ means is a redeemer. Christian means the one who carries Christ. It's a co-redeemer. അപ്പോൾ ഈശോയോടൊപ്പം, മാതാവിനോടൊപ്പം, വിശുദ്ധരോടൊപ്പം നമ്മളും ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുക, സഹക്രിസ്തുമാരാണ്. വിജയസഭയും സഹനസഭയും സമരസഭയും കൂടിയാണ് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഈ സ്ഥലം തന്നെ ഇട്ടേക്കണേ ആർക്കാ? സുധീരത്തിലെ ആത്മാക്കൾക്ക് വരാനാണ്. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഞങ്ങളോട് മാറി, നിങ്ങൾ പോന്നോട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശരിക്കും കുർബാനയുടെ സമയത്ത് ആ വാതിൽ തുറന്നിടണം. ശരിക്കും കുർബാനയുടെ സമയത്ത് അത് കഴിഞ്ഞിട്ട് അടച്ചോ. ശരിക്കും ആത്മാക്കൾക്ക് വരാനുള്ള വഴിയാണ് ഈ സെൻറ്ററിൽ നമ്മൾ ഇടുന്ന ഗ്യാപ്പ്. ഫാത്തിമയിൽ കൃത്യമായിട്ട് അതിൻ്റെ ദർശനം മാതാവ് കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ലൂസിയാക്കി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഈ ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ പല വിചാരങ്ങൾ, ഇത് പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അതെല്ലാം മനസ്സിൽ തള്ളിക്കളയേണ്ടതല്ല. എന്ത് തന്നെയായാലും നിങ്ങളതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാമോ? നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എഴുതി വെച്ചിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്യും, ഞാൻ അതിനെ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത്. അത് നമ്മൾ പ്രാർത്ഥനാ വിഷയമാക്കേണ്ടതാണ്. പല സാഹചര്യങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം, വ്യക്തികൾ,
അവർക്കൊക്കെ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന്. കാരണം ഞാൻ പങ്കെടുക്കാൻ പോകുന്നത് എന്താ? ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് എൻ്റെ മുമ്പിൽ നടക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് വരുമോ അപ്പവും വീഞ്ഞും യേശുക്രിസ്തു മനുഷ്യനെ അവതരിച്ച യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്ന ആ അത്ഭുത ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനോട് സമർപ്പിക്കുന്നതെല്ലാം നമ്മുടെ ബലഹീനതകൾ, കുറവുകൾ എല്ലാം തന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താവും? അവൻ്റെ ശരീരത്തിൽ നമ്മുടെ ബലഹീനതകളും നമ്മുടെ വേദനകളും അവൻ വഹിച്ചു. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ആത്മീയമായി നിങ്ങൾ വളരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വോയിഡ് സിറ്റുവേഷൻ, സഭ പറയുന്ന പോലെ വോയിഡ് സിറ്റുവേഷൻസ് ഉണ്ടാക്കി വലിയ വലിയ പിശാചുക്കൾ കയറി നമ്മളെ പ്രോസസ് ചെയ്യും. നമുക്ക് ഒബീബിയസിൽ അല്ലേ നമ്മൾ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ബലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളുടെ വിചാരം? ആ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വിജയസഭയും സഹനസഭയും സമരസഭയും ഇതിനകത്ത് പങ്കെടുക്കുന്ന ഇതാണത്. ദ ഹോൾ യൂണിവേഴ്സ് പാർട്ടിസിപ്പേഷൻ നടക്കുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുമോ? ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 97.5% ആൾക്കാർ വിജാതീയരായിട്ടുള്ള ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവരുടെ മുഴുവൻ സാൽവേഷൻ ബേസ്ഡ് ഓൺ ദ 2.5% പീപ്പിളാണ്. അതിനകത്ത് അതിൻ്റെ ഹാഫാണ് കാത്തലിക്സുള്ളൂ. വേണം മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഇൻട്രസെഷനാണ് എവിടെ നടക്കണേ? ഓരോ ബലിയിലും നടക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. അതിനെ ഈ സൈക്കോളജി പറയുന്ന മാതിരി അതിനെ കൈകാര്യം ചെയ്യരുത്. സഭ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് ഉണ്ടല്ലോ. സഭ അത് ക്ലാരിഫൈ ചെയ്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ സമർപ്പിക്കണം. നിങ്ങളൊന്ന് ഒരു ദിവസം 45 മിനിറ്റ്സ് ഇരുന്ന് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കും. അതിൻ്റെ അന്നത്തെ കുർബാന സ്വീകരണം നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ കുർബാന സ്വീകരിച്ച് നമ്മൾ പഠിച്ച മാതിരി നിങ്ങൾ പ്രാർത്ഥിക്കുക. വിത്തിൻ നോ ഡേയ്സ്, അതായത് ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തതയും ഏകാഗ്രതയും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സമർപ്പണം ഓക്കെ ആക്കുക, ഏകാഗ്രതയുടെ ജപമാല ചൊല്ലുക. യു വിൽ ഡു വണ്ടേഴ്സ് ഇൻ യുവർ കരിയർ. ഞാൻ എഴുതി തരാണ്. ഈ വക വേൾഡ്ലി ടെക്നിക്കും മെത്തേഡ്സും ഒന്നും നിങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നീ ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ സിസ്റ്ററെ എന്നൊന്ന് പറഞ്ഞേക്ക്. ആരോട്? ആ കണ്ണാടിയിലുള്ളിലുള്ള ആളോട്. ഇല്ലേ? കണ്ണാടിയിൽ കാണാൻ പറ്റണല്ലേ ഒരു സിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്? ഇല്ലേ? ആ ആളോട് പറയാ നീ ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നതല്ല. ഡു നോട്ട് കൺഫോം ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് വേൾഡ് എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ ഈ ലോകത്തിൻ്റെ അനുരൂപരാകരുത്. ഇപ്പം നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത് ഈ ലോകത്തിൻ്റെ അനുരൂപമാണ്. അവരെന്തിനാ കാട്ടണം? അതുപോലെ നമുക്ക് കാട്ടണം. അങ്ങനെ നമുക്ക് കാട്ടേണ്ട കാര്യം എന്താ? വി ആർ ദ പേഴ്സൺസ്, വി ആർ ദ പീപ്പിൾ ഹു ഫൗണ്ട് ദ ട്രൂത്ത്. ഇസ് ഇറ്റ് നോട്ട്? നമ്മൾ സത്യം കണ്ടെത്തിയവരല്ലേ? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാത്ത എന്താ? നിങ്ങൾ വിശ്വസിക്കാണ്ടായിരിക്കും, ഞാൻ മനസ്സിലാക്കുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സത്യത്തെ നമ്മൾ സ്വീകരിച്ചവരാണ്. അത് നമ്മൾ പ്രാബല്യത്തിൽ, പ്രായോഗികതയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരണം. ഇസ് ഇറ്റ് ക്ലിയർ? പല വിചാരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ 2 തരത്തിൽ ചെയ്യണം. ഒന്ന്, കുർബാന കഴിഞ്ഞിട്ട് ഓർമ്മ വരുമെന്ന് പറയുന്നത് അപ്പനെ മാതാവിനെ ഏൽപ്പിക്കുക, നാളത്തെ കുർബാനയിൽ സമർപ്പിക്കാൻ. അപ്പത്തിനോടും മീനോടും ചേർത്ത് സമർപ്പിക്കുക, അമ്മേനെ ഏൽപ്പിക്കുക. ഞാൻ മറന്നുപോകും, അമ്മ സമർപ്പിച്ചോളണം. ഇടയ്ക്ക് പകൽ മുഴുവൻ നമുക്ക് ഓർമ്മ ആ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ കാഷ്വലായിട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കാമെന്ന് പറയരുത്. അത് നിങ്ങൾ പറയണത് ആര് കേൾക്കേണ്ടതെന്ന് അറിയാമോ? സ്വർഗത്തിലെ ദൂതന്മാർ കേൾക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ചോ. ആരെങ്കിലും പറയുമ്പോൾ സിസ്റ്റർ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചേക്കാം. ആ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യുക. നിങ്ങൾ ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോളണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അവരോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യുക?
അവരുടെ നിയോഗം അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കുക, അമ്മേനെ വരവേൽപ്പിക്കുക. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ അത് നിങ്ങൾക്ക് കടമായിട്ട് നിൽക്കും. ആ കാര്യം ഞാൻ പറഞ്ഞേക്കാം വളരെ ഗൗരവത്തിൽ. അത് മണവാട്ടിമാരൊക്കെ ആണെങ്കിൽ അതിൽ സീരിയസാണ്. സാധാരണക്കാരേക്കാളും സീരിയസാണ് മണവാട്ടിമാർ എസ് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ. അപ്പം നമ്മുടെ ഒരു തമാശയാണ്. ആൾക്കാർ അവിടെ കാണുമ്പോൾ ഇവിടെ കാണുമ്പോൾ ഒക്കെ പറയും പ്രാർത്ഥിക്കാം എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കില്ല. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. അപ്പം തന്നെ നിങ്ങൾ സമർപ്പിച്ചാൽ മതി. ഒരു നന്മ നിറഞ്ഞവരെ ചെല്ലി അമ്മേനെ ഏൽപ്പിക്കുക. അപ്പം തന്നെ ഒന്ന് മാറി സൈലൻ്റായിട്ട് ചെല്ല. നമ്മുടെ ഉത്തിരിപ്പ് കടന്നു തീർന്നു. കാരണം മനസ്സിലാവണ്ട, ബി കെയർഫുൾ. അങ്ങനെ നിങ്ങൾ നടത്തുക. പിന്നെ ഹാഫ് ആൻ അവർ നിങ്ങൾ ഇപ്പോൾ ഈ മെഡിറ്റേഷൻ ഇങ്ങനെ ശൂന്യവൽക്കരിക്കാൻ പരിശ്രമിക്കുന്നത് എന്ത് ചെയ്യുക? ആ സമയത്ത് എന്ത് ചെയ്യുക? മനസ്സിൽ വരുന്നതെല്ലാം അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കുക. ശൂന്യവൽക്കരിക്കാൻ കടന്ന് തല ഫ്രീ ആക്കാൻ നോക്കണ്ട. എന്ത് ചെയ്യണം? സമർപ്പിക്കുക. നിങ്ങൾ മെഡിറ്റേഷനിൽ റോസറി പ്രാക്ടീസ് ചെയ്യുക. ഈ രണ്ട് കാര്യത്തിലൂടെ യുവർ മൈൻഡും എല്ലാം ഫ്രീ ആയി നിങ്ങൾ നല്ല എന്ത് കാര്യം വളരെ ബ്രൈറ്റ് സ്റ്റുഡൻറ്റിനെ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഗ്യാരൻറ്റീഡാ. ഇപ്പോൾ ഈ കാട്ടിക്കൂടുന്നതൊന്നും നോട്ട് ക്രിസ്ത്യൻ മെഡിറ്റേഷൻസും സ്പിരിച്വാലിറ്റി അല്ല എന്ന് CCC തന്നെ വ്യക്തമാക്കുന്നു. നമ്മൾ സൈക്കോളജിക്കൽ ആക്ടിവിറ്റിയാണ് ചെയ്യണമെന്നാണ് സഭ പറയുന്നത്. അത് എറോനിയസ് ആണെന്ന് സഭ പറയുന്നു. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സഹക്രിസ്തുമാരെന്നുള്ള നിലയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് മുഴുവൻ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി നടക്കുന്ന ബലിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും എല്ലാ വ്യക്തികളും എല്ലാ സാഹചര്യങ്ങളും നമ്മൾ സമർപ്പിക്കണം. ആ സമർപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ കുർബാന പങ്കെടുത്ത് നോക്കുക. നിങ്ങളുടെ കുർബാനയിൽ വ്യത്യാസം വരും. ഡു യു അഗ്രി? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.